ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ഒരിക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്. ഇനി ഞാൻ പറയാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. പ്രാർത്ഥിക്കുന്ന തിശ്ബ്യനായ ഗിലെയാദിലെ ഏലിയാവിന് ഒരു കാര്യം അറിയാം, ഞാൻ ആരും അറിയപ്പെടാത്ത ഒരു നാട്ടിൽ ജീവിക്കുന്നവനാണ്. എന്നാൽ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവം എൻ്റെ ദൈവമാണ്. ഞാൻ ആ ദൈവത്തിൻ്റെ ദാസനാണ്. ഞാൻ ആ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് എൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളെല്ലാം ദൈവത്തിൻ്റെ വാക്കുകളായി ദൈവം ഉപയോഗിക്കുമെന്ന് ഏലിയാവ് വിശ്വസിച്ചു. അത് തന്നെയാണ് യാക്കോബിൻ്റെ ലേഖനം 5:16-17 വായിക്കുമ്പോൾ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നമ്മെപ്പോലെ പേടിയും സങ്കടവും പിന്മാറ്റവും മരിച്ചാൽ മതി, ജീവിക്കേണ്ട, എന്തൊരു ജീവിതമാണ്, ഇതെല്ലാമുള്ള ഒരു സാധാരണ മനുഷ്യൻ. എന്നാൽ അവൻ നീതിമാനായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിച്ചു എന്ന് എഴുതി യാക്കോബ് പൂർത്തിയാക്കുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. വെറും സാധാരണ മനുഷ്യനായ ഏലിയാവ് പ്രാർത്ഥനയിൽ ആകാശത്തെ അടക്കുകയും തുറക്കുകയും ചെയ്ത് ആ ദേശത്തിന് സമൃദ്ധി കൊണ്ടുവന്നെങ്കിൽ, നീതിമാനായ നിന്റെ പ്രാർത്ഥനയിലും നിന്റെ വീട്ടിലെ സമൃദ്ധി മാത്രമല്ല, നീ പാർക്കുന്ന രാജ്യത്തിന് പോലും സമൃദ്ധി കൊണ്ടുവരത്തക്ക രീതിയിൽ ശക്തിയുടെ നാവാക്കി നിന്റെ നാവിനെ മാറ്റാൻ ദൈവത്തിന് കഴിയും. രാജ്യങ്ങളെ, രാജകൊട്ടാരങ്ങളെ സ്തംഭിപ്പിക്കുവാനും ഉണർത്തുവാനും നിന്റെ നാവിനെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഏലിയാവിൻ്റെ ചരിത്രത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവാചകന്മാരെക്കാൾ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന പുതിയ നിയമസഭയുടെ പ്രവാചകന്മാർ അതിശക്തന്മാരാണെന്ന് എത്ര പേർക്കറിയാം? ഈ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാർ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെക്കാൾ ശക്തരും അത്ഭുത ഉപകരണങ്ങളുമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാവായി നിൽക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദമായി നിൽക്കുവാൻ നമ്മെ ദൈവം കാത്തിരിക്കുന്നു. നമ്മുടെ നാവിലൂടെ പറയുന്നതെല്ലാം ഈ പ്രകൃതിയുടെ മേൽ ഒരു ചലനമാകും. പ്രകൃതി പോലും നിശ്ചലമാക്കുന്ന വാക്കുകളുടെ ഉടമസ്ഥരാക്കി നിർത്താൻ ദൈവത്തിന് നമ്മെ ഒരു ഉപകരണമാക്കണം. യോശുവ ഒരിക്കൽ പറഞ്ഞു, സൂര്യ ചന്ദ്ര അനങ്ങരുത്. അതുപോലെ ദൈവം ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച ഒരു ദിവസം അതിന് മുൻപുണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്ന് യോശുവയുടെ പുസ്തകത്തിൽ എഴുതിയത് അത് പിന്നത്തേതിൽ ശൂരന്മാരുടെ പുസ്തകത്തിലും എഴുതി വച്ചിരിക്കുന്നു. അതായത് ബൈബിളിൽ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെല്ലാം അത് എഴുതി. അതൊരു ചരിത്രമായി, ബൈബിളിലെ മാത്രം ചരിത്രമല്ല, ചരിത്ര പുസ്തകങ്ങളിലും മായ്ച്ചു കളയാൻ കഴിയാത്ത സ്വർണ്ണ ലിപികളിൽ എഴുതേണ്ട വാക്കുകളായി ആ വാക്കുകൾ തീർന്നു. സൂര്യനെ ഒരു മനുഷ്യൻ തടഞ്ഞു നിർത്തി. പ്രകൃതിയുടെ മേൽ പോലും അധികാരമുള്ള വാക്കുകൾ, ആ വാക്കുകളുമായി ഒരുവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി വന്നു. ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ഇപ്പോൾ എനിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ പറയുന്നത് പോലെ സംഭവിക്കും, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ നിവർത്തിയാക്കും. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തിയാലും ആ വാക്കുകളെ, അവർ പറഞ്ഞ വചനങ്ങളെ കർത്താവ് ഉറപ്പിച്ചു. എത്ര മനോഹരമാണ് വേദപുസ്തകം! വേദപുസ്തകം വായിക്കുന്നവർ ഒരിക്കലും കുലുങ്ങിപ്പോകില്ല. ഉറപ്പാണ്. വേദപുസ്തകവുമായി ഇടവിടാതെ പരിചയപ്പെടുന്ന, വചനമാകുന്ന കർത്താവിനോട് കൂടുതൽ അടുക്കുന്നവർ ശക്തിയെ പുതുക്കി ഈ വർഷത്തെ താക്കോൽ വാക്യമായ കഴുകനെ പോലെ എന്നുള്ള വാക്ക് പോലെ കർത്താവിനെ ശ്രദ്ധിക്കുന്ന, വചനത്തിൽ തന്നെ ഉറ്റിരിക്കുന്ന ഒരു വ്യക്തിയുടെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകും. നീ അറിയപ്പെടുന്ന ഒരു അത്ഭുതമായി മാറും. നിന്റെ വീട് അറിയപ്പെടുന്ന ഒരു അനുഗ്രഹമായി മാറും.
ഈ ദിവസങ്ങൾ കേൾക്കുന്നതെല്ലാം പ്രവചന ദൂതുകളാണ്. നീ ഒരു അതിശയമാകും. നീ മരിക്കില്ല. നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവർത്തികൾ വർണ്ണിക്കും. നിന്റെ കുടുംബം തീർന്നു പോകില്ല. നിന്റെ കുടുംബം ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്ഭുത കുടുംബമായി മാറും. നിനക്ക് സംഭവിച്ചതൊന്നും തിന്മയാകില്ല. നിനക്ക് സംഭവിച്ചതെല്ലാം നന്മയായി മാറും. അതുകൊണ്ട് നിന്നെയും എന്നെയും വിടുവിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം തന്ന കർത്താവിനെ നമുക്ക് തുടർന്നുള്ള സമയങ്ങളിൽ പാടി ആരാധിക്കാം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്ക് സഹായകനും രാക്കാലഗീതവും അവൻ. രോഗശയ്യയിലെനിക്ക് സഹായകനും രാക്കാലഗീതവും അവൻ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യെശയ്യാ പ്രവചനം 54 നമ്മൾ ഒരു വാക്യം മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഒന്നാം വാക്യം എങ്ങനെയാണ്? പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക. സന്തോഷിക്കുക എന്നല്ല,
നിന്റെ സന്തോഷം ദേശം അറിയണം. ഘോഷിക്കുക. ഘോഷമെന്ന് പറയുന്നത് ദേശം മുഴുവൻ കേൾക്കുന്ന ഒന്നാണ്. ഇസ്രായേൽ മക്കളുടെ ഘോഷം ബഹുദൂരത്തോളം കേട്ടുന്നതാണ്. അപ്പോൾ ആഘോഷത്തിൽ, ആ നൃത്തത്തിൽ, ആർപ്പിടലിൽ വലിയ വിടുതലുകൾ നടന്നിട്ടുണ്ട്. ഘോഷം അതായത് നിരാശപ്പെട്ടിരിക്കുന്ന, അതവിടെ ഇങ്ങനെ പറയുന്നത്, മച്ചിന്ന് മാത്രം വിളിച്ചാൽ മതി, അതല്ല പ്രസവിക്കാത്ത മച്ചിയെന്ന്. മച്ചിയെന്ന് പറഞ്ഞ പോലെ അല്ല, ഇന്നുവരെയും ഒരു നന്മ കാണാത്തവളെ നീ ആഘോഷിക്കുക. നീ ആഘോഷിക്കുക എന്ന് പറയുന്നത് കാരണം എന്താ? നിന്റെ മുൻപിൽ വിടുതലുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ആഘോഷിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ, വൈദ്യശാസ്ത്രം കൈവിട്ട, ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാതെ മരണത്തോടടുത്ത വ്യക്തിയെ എഴുന്നേറ്റ് തുള്ളിച്ചാടുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മറ്റൊരു വാർത്തയായിട്ട് നമുക്കതിനെ കാണാം, മറ്റൊരു വ്യാഖ്യാനമായിട്ട്. വൈദ്യശാസ്ത്രം കൈവിട്ടു. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരാഴ്ച 2 ആഴ്ച കൂടി വന്നാൽ ഇഷ്ടമുള്ള എല്ലാം കൊടുക്കുക, ഇനിയിപ്പം മരുന്ന് ഇഞ്ചക്ഷനൊന്നും വേണ്ട, കാണിക്കാനുള്ളവരെ എല്ലാം കാണിച്ചു. ഏറ്റവും ഒടുവിൽ ഡോക്ടർ പറയും, നിങ്ങളുടെ പള്ളിയിലെ അച്ഛനെയോ നിങ്ങളുടെ മതത്തിലുള്ള ആരെയാണോ കൊണ്ടുവന്ന് അന്തിമമായിട്ട് ചെയ്യിക്കാനുള്ളതെല്ലാം ഒടുക്കത്തെ കൂതാശയോ ഒപ്രീഷമയോ എന്താണോ അതെല്ലാം അങ്ങോട്ട് കൊടുക്കുക. എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം അങ്ങോട്ട് കൊടുത്തോ. ആ കണ്ടീഷനിൽ എത്തിയവരോട് പറയണം ആർത്തുഘോഷിക്കുക. അതാണ് ബൈബിളിലെ രീതി. അതായത് സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ടവരെ ആഘോഷത്തിന്റെ സമയമായെന്ന്. കടം കൊണ്ട് പൊറുതിമുട്ടി ഇനി നാട്ടിൽ നിൽക്കാൻ കഴിയില്ല, മരണം മാത്രം മുൻപിലേ ഉള്ളൂ. ഒന്നിലെ നാട് വിടുക, അല്ലെങ്കിൽ കുടുംബമായിട്ട് മരിക്കുക. അങ്ങനെയുള്ളവരോട് വചനം പറയുന്നു ആഘോഷിക്കുക. സാധ്യതകളെല്ലാം അസ്തമിച്ചവർ ആഘോഷിക്കുക. ആരും സഹായിക്കാനില്ലാത്തവർ ആഘോഷിക്കുക. എല്ലാ വഴികളും അടഞ്ഞുപോയവർ ആഘോഷിക്കുക. അതാണ് ക്രിസ്തീയ ജീവിതം. അതായത് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അസാധ്യതകളില്ല, അതുകൊണ്ട് ആഘോഷിക്കണം. അതായത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ, അവിടെ ആഘോഷിക്കണം. യായിറോസ് കരയാൻ തുടങ്ങി. യേശുവിനെ വിളിച്ചുകൊണ്ട് യായിറോസ് വീട്ടിലോട്ട് പോവുകയാണ്. പള്ളി പ്രമാണിയാണ്. മർക്കോസ് 4-5 അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിക്കുന്നവരാണല്ലോ, അതിൽ കാണാം. പള്ളി പ്രമാണിയാണ്. തൻ്റെ ഏക മകൾ 12 വയസ്സുകാരി രോഗത്തിൻ്റെ കഠിനതയിലെത്തി മരണത്തോട് മല്ലടിക്കുകയാണ്. വൈദ്യശാസ്ത്രം കൈവിട്ടു. യേശുവിനെ കണ്ടപ്പോൾ പോയി കാൽക്കൽ വീണു. വീട്ടിൽ വന്ന് അവളുടെ മേൽ കൈവെക്കണം, കുഞ്ഞ് ജീവിക്കേണ്ടതിന്. അങ്ങനെ യേശുവുമായി പോകാനായിട്ട് അവരൊരുങ്ങുമ്പോഴാണ് കുഞ്ഞു മരിച്ചു എന്ന അടുത്ത വാർത്തയുമായി കുറച്ച് പേര് വരുന്നു. ഗുരുവിനെ ഇനി ശല്യപ്പെടുത്തണ്ട. അവൻ്റെ ഹൃദയം തകർന്നു, അവൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. ആ സമയത്ത് സകല പിടിയും വിട്ട് യായിറോസിന്റെ സമനില തെറ്റി നിൽക്കുന്ന സമയത്ത് യേശു പറയുകയാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആഘോഷത്തിന്റെ സമയം ഇതാ ഇനിയും വരികയാണ്. ആ വീട്ടിൽ വിലാപം നടക്കുന്ന വീടാണ്. യേശു ചെല്ലുമ്പോൾ വിലാപം പാടുന്ന ആൾക്കാർ, കുഴലൂത്തുകാരെ കൊണ്ട് ആ വീട് നിറഞ്ഞിരിക്കുകയാണ്. പന്തലുണ്ട്, കുഞ്ഞിനെ ഒരു പെട്ടിയിൽ മഞ്ചത്തിൽ കിടത്തിയിരിക്കുന്നു, മൂക്കിൽ പഞ്ഞിയുണ്ട്, കാല് പെരുവരൽ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്, താടിയും കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. നിശ്ചലമായ ഒരു ശരീരമാണ്.
മരണ വീടിൻ്റെ എല്ലാ ലക്ഷണവുമുണ്ട്. ചന്ദനത്തിരി കത്തിച്ചിട്ടുണ്ട്, അതിന് മണമടിക്കുന്നുണ്ട്, പാട്ടിനകത്ത് പോലും ഒരു ദുഃഖത്തിൻ്റെ വാടയുണ്ട്. മരണ വീടിൻ്റെ സകല ഗന്ധവും ആ വീട്, ആ അന്തരീക്ഷത്തിലേക്ക് മാറി. ആ വീട്ടിൽ വരുന്ന ആർക്കും ചിരിക്കാൻ കഴിയില്ല. ആ വീട്ടിൽ കയറുന്നവരെല്ലാം കരഞ്ഞു പോകും. ആ വീട്ടിൽ ഒരു 5 മിനിറ്റ് നിന്നാൽ നെഞ്ചത്തടിച്ചു പോകും. ആ വീടിൻ്റെ അന്തരീക്ഷം ഭീകരമായി മാറി. എന്നാൽ യേശു ഒരാഘോഷം അവിടെ കൊണ്ടുവരികയാണ്. കാരണം യേശു ആരാണ്? യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യായിറോസിനോട് പറയാനുള്ളത്, ഞാൻ വരുന്നത് നിന്റെ വീട്ടിലെ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാൻ മാത്രമല്ല, നിന്റെ വീട്ടിൽ ഒരാഘോഷമുണ്ടാക്കാനാണ്. പ്രസവിക്കാത്ത മച്ചിയെ ആർത്ത് ഘോഷിക്കുക, ഘോഷിക്കുക. നോവ് കെട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർക്കുക. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കാനാണ്. ഇത് കേൾക്കുന്നവരുടെ അകത്ത് ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ രജിസ്റ്റർ ആകണം. യേശു വന്നത് നമ്മുടെ എല്ലാ വിലാപങ്ങളെയും നൃത്തമാക്കാനാണ്, നമ്മുടെ രട്ടഴിച്ച് ഉത്സവ വസ്ത്രം ധരിപ്പിക്കുവാൻ. യേശു പറയുകയാണ്, എന്നെ അതിനായിട്ട് അയച്ചിരിക്കുന്നു. യെശയ്യാവ് 61 പറയുന്നു, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുക കൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുകയാണ് എൻ്റെ പിതാവ്. എന്തിനാണ്? ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാൻ. കയ്യോ കാലോ മുറിഞ്ഞവരുടെ മുറിവ് കെട്ടാൻ നമുക്ക് മെഡിക്കൽ കോളേജും ആശുപത്രികളും ഉണ്ട്. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടാനുള്ള സംവിധാനം ഇന്നും ഭൂമിയിലില്ല. തകർന്നു പോയി. ആ തകർന്ന ഹൃദയത്തെ തന്നെ മുറിവുണക്കും. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാൻ, തടവുകാർക്ക് വിടുതൽ, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കാൻ എന്നെ അയച്ചിരിക്കുന്നു. മാത്രമല്ല ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാൻ. എന്താണ്? ദുഃഖിതന്മാരെ എല്ലാം ആശ്വസിപ്പിക്കുവാൻ. ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ദുഃഖിതന്മാരും ഒരേ നിമിഷം യേശുവേ എന്ന് വിളിച്ചാൽ 800 കോടി ജനത്തിനും കൊടുക്കാനുള്ള ആശ്വാസം യേശുവിലുണ്ട്. യേശുവിൻ്റെ അടുക്കൽ ഒരു ആശ്വാസ നദിയുണ്ട്. ഏദനിൽ നിന്ന് പുറപ്പെട്ട നദി പോലെ യേശുവിൽ നിന്ന് പുറപ്പെടുന്ന കരുണയുടെ നദി, വാത്സല്യത്തിൻ്റെ നദി, മനസ്സലിവിൻ്റെ നദി, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ, മരിച്ചവരെ ഉയർപ്പിച്ച കരുണയുടെ നദിയാണ് കാൽവരി ക്രൂശിൽ നിന്ന് ഒഴുകുന്നത്. അതുകൊണ്ട് കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകില്ല. അതായത് ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിക്കുവാൻ. അടുത്തത്, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല. വെണ്ണീർ എന്ന് പറഞ്ഞാൽ കുറേ പേര് ചാരത്തിലിരുന്ന് കരയുകയാണ്. ഞങ്ങൾക്ക് ഇനി ഒരു രക്ഷയുമില്ല, ഞങ്ങളെ സഹായിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞ് വസ്ത്രം കീറി എസ്തേറിൻ്റെ പുസ്തകത്തിലെ മോർദെഖായിയെ പോലെ ചാരത്തിലിരുന്നു കൊണ്ട് മണ്ണുവാരി തലയിലിട്ടുകൊണ്ട് കരയുന്ന ഒരു ചരിത്രം യഹൂദന്മാരുടെ ചരിത്രത്തിൽ കാണും. ഇന്ന് ഈ ഭൂമിയിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചവരും ഏറ്റവും കൂടുതൽ കരഞ്ഞവരും ഏറ്റവും കൂടുതൽ വിലപിച്ചവരും യഹൂദന്മാരാണ്. കാരണം അവർ ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് ശരിക്കും മഹത്വം കൊടുത്തില്ല. അവർ ദൈവത്തിന് പകരം അന്ധതയിലേക്ക് പോയി, അന്യാരാധനയിലേക്ക് പോയി. സാക്ഷാൽ ദൈവത്തെ അവർ ആരാധിക്കാൻ വിസ്മരിച്ചതുകൊണ്ട്
അവരനുഭവിച്ച വ്യതകൾ പോലെ ആർക്കുമില്ല. എന്നാൽ ഈ പിന്മാറ്റക്കാരെ എല്ലാം തിരിച്ചു വരുത്താൻ സിയോനിലെ, അതാണ് അവിടെ കൊടുത്തത്, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം, ചാരത്തിന് പകരം. ഇന്നത് കേൾക്കുന്ന പലർക്കും ജീവിതത്തിൽ ഇന്നത്തെ അവസ്ഥ വെണ്ണീറാണ്, ചാരം. ഇതിന് പകരം അലങ്കാരമാല. ഇത് രണ്ടാണ്. വെണ്ണീർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുഃഖമാണ്. അലങ്കാരമാല എന്ന് പറയുന്നത് അത് ആഘോഷത്തിൻ്റെ ലക്ഷണമാണ്. ഒരു വലിയ ഉത്സവമുണ്ടാകുമ്പോൾ, ഒരാഘോഷമുണ്ടാകുമ്പോൾ, വലിയ വലിയ ഫെലോഷിപ്പുകൾ ഉണ്ടാകുമ്പോൾ, ഒരു വിവാഹമുണ്ടാകുമ്പോൾ, ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും നന്നായി ഒരുങ്ങിപ്പോകുമ്പോൾ ധരിക്കുന്ന അലങ്കാരമാലകളുണ്ട്. ഓരോ വ്യക്തികളും അവരവരെ തന്നെ അലങ്കരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ വിലയേറിയ വ്യക്തിയാണെന്ന് അവരവർ തന്നെ അവരവരോട് പറയുന്നതാണ് അലങ്കാരം. ചാരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും നികഷ്ടനാണ്, ഞാൻ കൃമിയാണ്, ഞാൻ പുഴുവാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ചെള്ളാണ്, ചത്ത നായാണ്. ദാവീദിന്റെ വാക്കാണ്. ഞാൻ ഈ സമൂഹത്തിൽ ഏറ്റവും തകർന്നതാണ്. അതാണ് ചാരത്തിലിരിക്കുക, വെണ്ണീറിൽ. അലങ്കാരമാല എന്ന് പറഞ്ഞാൽ ഞാൻ വിലപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ചിലര് സ്യൂട്ട് ധരിച്ചുകൊണ്ട് നടക്കും. അവരൊരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്, ഞങ്ങൾ VIP-കളാണ്. നാം നമ്മെ തന്നെ അലങ്കരിക്കണം. അതിനുള്ള അലങ്കാരം ദൈവം നമുക്ക് തരും. വെണ്ണീറിന് പകരം അലങ്കാരമാല പകരം തരും. ഇന്ന് നിങ്ങൾക്ക് വെണ്ണീറായിരിക്കാം ജീവിതത്തിന്റെ അവസ്ഥ. ഇതിന് പകരം തരുവാൻ ഒരുവൻ ഈ ഭൂമിയിലേക്ക് വന്നു, യേശു ക്രിസ്തു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ എല്ലാം നല്ല പതിപ്പുമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പലതിൻ്റെ കാരണം പിശാചാണെങ്കിൽ, ഒന്നാമത്തെ ആദാമാണെങ്കിൽ, ഇതാ ഒടുക്കത്തെ ആദാമായി ദൈവപുത്രൻ, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ കടന്നു വന്നു. വെണ്ണീറിന് പകരം, ചാക്കുടുത്തതിന് പകരം ദൈവം നിനക്കൊരു അലങ്കാരമാലയുമായിട്ട് പുത്രനെ അയച്ചിട്ടുണ്ട്. നീ എല്ലാവരുടെ മുൻപിൽ അണിഞ്ഞൊരുങ്ങി ഏറ്റവും വിശേഷതയുള്ള ഒരു മണവാട്ടിയായിട്ട് നിൽക്കണമെന്ന് യേശു എന്ന മണവാളന് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് നിർബന്ധമാണ്. നാം വിലയേറിയവരാണ്. ഒരു വിവാഹത്തിൽ ആരെല്ലാം എത്ര കൂടിയ വണ്ടിയിൽ വന്നാലും എത്ര നല്ല വസ്ത്രം ധരിച്ചാലും അന്ന് ആ വിവാഹ ദിവസത്തിൽ ഏറ്റവും വിശേഷതയേറിയത് ഒരു മണവാട്ടിയാണ്. മണവാട്ടി വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന കാണാം. ഏറ്റവും വിശേഷപ്പെട്ട വ്യക്തി. ഇതുപോലെ മണവാളന് വേണ്ടി മണവാളനാൽ അലങ്കരിക്കപ്പെടുന്ന ഏറ്റവും വിശേഷതയുള്ള ഒരു കൂട്ടായ്മയെ ഒരുക്കുവാൻ, സഭയെ ഉണ്ടാക്കാൻ, ചാരത്തിൽ നിന്നുണ്ടാക്കിയെടുത്ത സഭ, അതാണ് യേശു ക്രിസ്തുവിൻ്റെ സഭ. ജാതികളായിരുന്ന, നരകത്തീയിലേക്ക് പോകാനിരുന്ന, ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാതിരുന്ന, അസാധ്യതകളിൽ മാത്രം ജീവിച്ചിരുന്ന, രക്ഷയുടെ സാധ്യതകളെല്ലാം അടഞ്ഞുപോയ നമ്മളിന്ന് ക്രിസ്തുവേശുവിലാണ്. നമുക്കൊരു ശിക്ഷാവിധിയില്ല. ആർപ്പിടാം. പ്രസവിക്കാത്ത മച്ചിയെ ആർത്ത് ഘോഷിക്കുക. നോവ് കിട്ടിയിട്ടില്ലാത്തവളെ നീ ആനന്ദിച്ചാർപ്പിടുക. ആഘോഷിക്കാനുള്ള വക ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് കരുതി കഴിഞ്ഞു. തരുമെന്നല്ല, നിങ്ങൾക്കും എനിക്കും വേണ്ടി കർത്താവ് കരുതി വച്ചിരിക്കുന്ന ഈ ആഘോഷങ്ങളെ കണ്ടുപിടിച്ച് നമ്മളത് പ്രാപിക്കുക. യേശു യായിറോസിന്റെ വീട്ടിലേക്ക് ചെന്നു. വിലപിക്കുന്നവരെയും കുഴലൂതുന്നവരെയും മാറത്തടിക്കുന്നവരെയും പുറത്താക്കി. ഇല്ല, ഈ വീട്ടിൽ മാറത്തടിക്കണ്ട, ഈ വീട്ടിൽ വിലാപ ഗാനം പാടണ്ട, ഈ വീട്ടിൽ മരണപന്തൽ വേണ്ട, അഴിച്ചുകള, ഈ വീട്ടിൽ ശവമഞ്ചം വേണ്ട, ഈ വീട്ടിൽ നിലവിളി വേണ്ട, ഈ വീട്ടിൽ പകരം ആർപ്പ് തരുവാനാണ് ഞാൻ യായിറോസിന്റെ കൂടെ ഈ വീട്ടിൽ വന്നിരിക്കുന്നത്. വിഷണ്ണ മനസ്സ്,
നിരാശയുടെ മനസ്സ്, പരാജയ മനസ്സ്, തകർച്ചയുടെ മനസ്സ്, രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ എല്ലാം മാറ്റിക്കളയുവാൻ മതിയായ ആർപ്പുകളെ, ഇല്ലാത്ത ആർപ്പുകളെ ഉണ്ടാക്കാൻ മതിയായവൻ നമ്മുടെ കർത്താവാണ്. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഇതൊരു ബൈബിൾ ക്ലാസ്സായി കാണാതെ നിങ്ങളോട് എന്നോടുള്ള പ്രവചനമായി ഏറ്റെടുത്ത് ഈ വർഷം, ഈ ദിവസങ്ങൾ ശക്തിപ്പെടുക, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൻ്റെ അമിത ബലത്തിൽ ഈ ആലോചനകളിൽ ധൈര്യപ്പെടുക. നമ്മോടുള്ള ആലോചനയാണ് ആർക്കുക. എപ്പോൾ ഒരു സാധ്യതയും ഇല്ലാത്തപ്പോൾ തന്നെ പൗലോസ് ശീലാസും എല്ലാ വാതിലും അടഞ്ഞപ്പോഴാണ് പാടി ആർപ്പിട്ടത്. അതുകൊണ്ട് കാരാഗ്രഹത്തിൻ്റെ, ജയിലിൻ്റെ വാതിലുകളെല്ലാം തുറന്നുപോയി. അവിടെ ഒരു ആഘോഷമുണ്ടായി. അവിടെ അഹങ്കാരികളെല്ലാം മുട്ടുകുത്തി. കാരാഗ്രഹ പ്രമാണി മുറിവുകളെ കഴുകി കെട്ടി വീടടക്കം ആനന്ദിച്ചു. ആ വീട്ടിലും ആനന്ദം, പൗലോസിന് ആനന്ദം, ശീലാസിന് ആനന്ദം, തടവുകാർക്ക് ആനന്ദം. ആരും ഇറങ്ങി ഓടുന്നില്ല. എല്ലാവരെയും ദൈവം മാറ്റിമറിച്ചു. കാരണം എന്താണ്? അസാധ്യതകളുടെ നടുവിൽ ആഘോഷിക്കണം. ഒരു മറുപടി ഇല്ലാത്തപ്പോൾ നമ്മൾ പാടണം. അതിൻ്റെ പേരാണ് ഫെയ്ത്ത്. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. ഒരു നന്മയും കാണുന്നില്ല, എന്നാലും നമുക്ക് ആഘോഷിക്കാൻ കഴിയും. യേശു കർത്താവ് നമുക്കത് തന്നിരിക്കുകയാണ്. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ കേട്ട വചന നിമിത്തം ഇവർ സൗഖ്യമുള്ളവരും, ധൈര്യമുള്ളവരും, പ്രതീക്ഷയുള്ളവരും, ഉയർച്ചയുള്ളവരും, സമാധാനമുള്ളവരും, കഴുകനെ പോലെ കുതിച്ചുയരുന്നവരുമായി തീരുവാൻ ഞാൻ ഇവരെ അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ ഇവരിൽ നടക്കട്ടെ, വിടുതലുകൾ ഇവരിൽ നടക്കട്ടെ, ഉയർച്ചകൾ ഇവരിൽ നടക്കട്ടെ. അഭിഷേകത്തിൻ്റെ ഒരു വാതിൽ, കൃപയുടെ ഒരു വാതിൽ, നന്മയുടെ വാതിൽ ഈ മക്കളുടെ മേൽ തുറന്നു വെച്ചിരിക്കാൻ സ്തോത്രം. ഈ മാസത്തിൽ തന്നെ ഈ മക്കൾ ഇത് പ്രാപിക്കട്ടെ, സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അടിപ്പിണരാൽ ഇവർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, പരീക്ഷകളെല്ലാം വിജയമാകട്ടെ. ഈ വീടുകളിൽ ആഘോഷങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. നാളെ രാവിലെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 നമുക്കൊരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. ചർച്ചിൽ നേരിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ളൊരു അവസരമുണ്ട്. ഈ വർഷം ഒരു പ്രാർത്ഥന നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരും. യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു.